നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ. ദൈവീ സമ്പത്തിനെ വിശദീകരിക്കുമ്പോൾ വ്യാസഭഗവാൻ നമ്മോട് പറയും, അഹിംസ സത്യം അക്രോധ ത്യാഗ ശാന്തിരപൈശുനം. അഹിംസ, സത്യം, അക്രോധം, ത്യാഗം, ശാന്തി, അപൈശുനം എന്നിങ്ങനെ പോകുന്നു ദൈവീ സമ്പത്തുകൾ. ഇതിൽ അഹിംസയും സത്യവും അക്രോധവും ത്യാഗവും ഒക്കെ നാം മഹാഭാരത കഥകളിലൂടെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ശാന്തി എന്നുള്ളതായ മനസ്സിൻ്റെ തികഞ്ഞ പ്രശാന്തമായ അവസ്ഥ, അതിനെ നാം ഭീഷ്മൻ എന്നുള്ള ഉദാഹരണത്തിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശാന്തി എന്നുള്ളതായ ദൈവീ സമ്പത്ത് മഹാഭാരത കഥാപാത്രങ്ങളിൽ പലരിലും നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അതിൻ്റെ അത്യന്തം ശുദ്ധമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ഉദാഹരണം, ദർശനം നമുക്ക് ഭീഷ്മനിൽ കാണാം. അതായിരുന്നു നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ അതിൻ്റെ ആ പർവ്വത്തിൻ്റെ അവസാന ഭാഗത്തോടടുക്കുമ്പോൾ വളരെ നാടകീയമായിട്ട് ഉള്ള ഒരു രംഗമുണ്ട്. ദൈവീ സമ്പത്തുകളിൽ ഒന്നായിരിക്കുന്ന ശാന്തിയെ അതിൻ്റെ സമ്പൂർണമായ പ്രഭാവത്തോടു കൂടിയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നതായ സന്ദർഭം. ആ പ്രകാരത്തിലുള്ള ഉദാത്തമായിരിക്കുന്ന ശാന്തി, അത് ഭീഷ്മനിലൂടെ വ്യാസഭഗവാൻ നമ്മുടെ കൺമുന്നിൽ ദൃശ്യമാക്കിയിരിക്കുന്നു. ആ സന്ദർഭമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇനി കുറേ ഭാഗം കൂടിയുണ്ട്. ശാന്തിയുടെ പൂർണ്ണതയെ നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്നതായ മുഖ്യഭാഗം, അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും യുദ്ധം അതിൻ്റെ പരിപൂർണമായിരിക്കുന്ന ഭീകരതയിൽ, അതിൻ്റെ വേഗത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടു പക്ഷത്തും വൻപിച്ചതായ വിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടു കൂട്ടരും ഓരോ ദിവസത്തെയും യുദ്ധം കഴിയുമ്പോഴേക്കും വിലയിരുത്താറുണ്ട്. അന്നത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ദുര്യോധനൻ അതിനെ ആസ്പദമാക്കിയിട്ട് വിലയിരുത്തുമ്പോൾ, എല്ലാ ദിവസവും വിലയിരുത്തുമ്പോൾ നേരിട്ട് കാണുന്നത് അന്ന് തനിക്ക് ഉണ്ടായത് വലുതായിട്ടുള്ള നഷ്ടമാണ് എന്നാണ്. ഓരോ ദിവസവും ദുര്യോധനപക്ഷത്ത്, കൗരവപക്ഷത്ത് നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ കൗരവപക്ഷത്തെ സമ്പൂർണമായ വിജയത്തിലേക്ക് നയിക്കുവാൻ ശേഷിയുള്ള അതിപ്രഗത്ഭന്മാരെല്ലാം അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, സൈനിക സംഖ്യ വച്ച് നോക്കിക്കഴിഞ്ഞാലും ഏറെ മുന്നിൽ നിൽക്കുന്നത് കൗരവപ്പടയാണ്. 11 അക്ഷൗഹിണി, മറുവശത്ത് 7 അക്ഷൗഹിണിയേ ഉള്ളൂ. ഭീഷ്മനും ദ്രോണനുമെല്ലാം കൗരവപക്ഷത്താണ്. അങ്ങനെ ഇരിക്കവേ നഷ്ടങ്ങൾ ഉണ്ടാവുക, പരാജയം ഉണ്ടാവുക ഒരിക്കലും സങ്കല്പിക്കാവുന്നതല്ല. തൻ്റെ വിജയം മാത്രം ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ബാക്കി എന്തൊക്കെ വിനാശങ്ങളുണ്ടായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആസുരി ബുദ്ധിയാണ് ദുര്യോധനൻ. അതുകൊണ്ട് തന്നെ ദുര്യോധനൻ ഓരോ ദിവസത്തെയും കണക്കെടുക്കുമ്പോഴേക്കും അങ്ങേയറ്റം പരിഭ്രമിക്കുന്നുണ്ട്.
അതിൻ്റെ എല്ലാം പ്രകടനം രാത്രിയാകുമ്പോഴേക്കും ഭീഷ്മന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹം നടത്താറുമുണ്ട്. ഓരോ ദിവസവും ദുര്യോധനന് പരാതികളാണ്. രണ്ടാം ദിവസം രാത്രിയിൽ വളരെയേറെ പരാതി പറഞ്ഞു. അന്ന് ഭീഷ്മൻ ദുര്യോധനോട് പറഞ്ഞു, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പാണ്ഡവന്മാരുമായിട്ട് കലഹത്തിന് പുറപ്പെടരുത്. അവിടെ കൃഷ്ണനും അർജുനനും ഒരുമിച്ച് ആ സൈന്യത്തെ നയിക്കുവാനായിട്ട് മുന്നിലുണ്ട്. അവർ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അവരെ പരാജയപ്പെടുത്താൻ പറ്റൂല. അവരെ പരാജയപ്പെടുത്താതെ പാണ്ഡവന്മാരെ തോൽപ്പിക്കുകയും സാധ്യമല്ല. അതിനാൽ നല്ലത് അവരുമായിട്ട് രമ്യതയിലായിത്തീരുക, അവർക്ക് അർഹതപ്പെട്ടതായ നാടിൻ്റെ പകുതി അവർക്ക് വിട്ടുകൊടുക്കുക. നേരത്തെ ഉണ്ടായിരുന്നതായ ആ കരാറും അങ്ങനെയായിരുന്നല്ലോ. കാനനവാസവും അജ്ഞാതവാസവും എല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിട്ട് അവർ മടങ്ങി വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അവരുടെ സമ്പത്ത്, അവരുടെ രാജ്യം അവർക്ക് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഹസ്തിനാപുരം കേന്ദ്രമാക്കി ദുര്യോധനൻ നാടുവാഴട്ടെ, ഇന്ദ്രപ്രസ്ഥത്തിലിരുന്ന യുധിഷ്ഠിരനും നാടുവാഴട്ടെ. രണ്ടു കൂട്ടരും സുഖമായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് ഒരുമിച്ച് കഴിയുക. ഇതാണ് ഭീഷ്മൻ ദുര്യോധനോട് തുടക്കത്തിലേ പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ ഞാനത് നേരിട്ട് അറിയുവാനുള്ള അവസരം നാളെ ഒരുക്കിത്തരാം. ഞാൻ എത്ര വിചാരിച്ചാലും കൃഷ്ണനെയും അർജുനനെയും പരാജയപ്പെടുത്തുക സാധ്യമേ അല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നീ നേരിട്ട് കണ്ടുകൊള്ളൂ. പാണ്ഡവ പടയെ മുഴുവൻ എനിക്ക് നശിപ്പിക്കാനാകും, പക്ഷേ കൃഷ്ണാർജുനന്മാരെ തോൽപ്പിക്കാനാവില്ല. അവരെ തോൽപ്പിക്കാതെ എന്ത് പ്രയോജനം ഈ യുദ്ധം കൊണ്ട്? ഞാൻ വേണമെങ്കിൽ നാളെ കാണിച്ചു തരാം. അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ 3-ാം ദിവസം ആ വലിയ കാരണവർ പാണ്ഡവ സൈന്യത്തെ കടന്ന് തകർത്ത് ആക്രമിക്കുന്നതും അർജുനനോട് കൃഷ്ണൻ ഭീഷ്മനെ തടഞ്ഞ് യുദ്ധം ചെയ്ത് ഭീഷ്മനെ സംഹരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതും. കുറെ നേരം യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭീഷ്മന്റെ ശരീരത്തിൽ നിന്നിട്ട് രക്തമൊലിക്കുന്നത് കണ്ടിട്ട് അർജുനൻ അപ്പൂപ്പനാണ് എന്ന് വിചാരിച്ച് സ്വയം തളരുന്നതും, ഭീഷ്മനാകട്ടെ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അർജുനന്റെ നേരെ പാഞ്ഞു കയറുകയാണ്. ഒരു നിമിഷം കൂടി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അർജുനനെ അദ്ദേഹം സംഹരിക്കുമെന്ന് ഉറപ്പായപ്പോൾ മറ്റ് ഗത്യന്തരമില്ലാതെ കൃഷ്ണൻ ചക്രവും എടുത്ത് ഭീഷ്മനെ കൊല്ലാനായിട്ട് ചാടുന്നതും ഒക്കെ നാം കണ്ടു. അത് നമ്മൾ നേരത്തെ ഒരു അവസരത്തിൽ ചർച്ച ചെയ്തതാണ്. ഇത് തന്നെ 9-ാം ദിവസത്തിലും ആവർത്തിക്കുന്നുണ്ട്. 8-ാം ദിവസം രാത്രി ദുര്യോധനൻ തനിക്ക് ഉണ്ടായിരിക്കുന്നതായ നഷ്ടങ്ങളുടെ കണക്കുകളുമായിട്ട് ഭീഷ്മന്റെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈനിലയിൽ ടെൻറ്റിൽ ചെന്ന് അദ്ദേഹത്തോട് പരാതി പറയുകയും തനിക്ക് വേണ്ടുന്നതെന്തോ അത് ഭീഷ്മൻ ചെയ്തു തരുന്നില്ല എന്ന് പരിഭവിക്കുകയും ഒക്കെ ചെയ്ത അവസരത്തിൽ ഭീഷ്മൻ പറഞ്ഞു, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കൃഷ്ണനും അർജുനനും ഒരുമിച്ച് നിൽക്കുന്നിടത്ത് നമുക്ക് ഒരിക്കലും വിജയം സാധ്യമല്ല എന്ന്. യഥോ ധർമ്മ തഥകൃഷ്ണ യഥകൃഷ്ണ തഥോ ജയ എന്ന് വ്യാസൻ പറയുന്നത് നമ്മൾ തന്നെ അനേക തവണ കേട്ടിട്ടുള്ളതാണ്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ കൃഷ്ണനുണ്ട്. എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ജയവുമുണ്ട്. ഭീഷ്മൻ പറഞ്ഞു, ഞാൻ നാളെ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി പ്രവർത്തിച്ച് കാണിച്ചു തരാം. 9-ാം ദിവസത്തെ യുദ്ധം, അതിൽ 3-ാം ദിവസത്തിലെ അതേ സംഭവങ്ങൾ അതേ പ്രകാരത്തിൽ ആവർത്തിക്കപ്പെട്ടു. ഭീഷ്മർ അർജുനനെ സംഹരിക്കും എന്നുള്ള ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രതിജ്ഞയെല്ലാം വിട്ടെറിഞ്ഞിട്ട് അർജുനനെ സംരക്ഷിക്കാൻ അഥവാ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ചക്രവുമെടുത്ത് ഭീഷ്മന്റെ നേരെ ചാടി.
മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന അർജുനൻ പിന്നാലെ ഓടിച്ചെന്ന് ഭഗവാന്റെ കാലിൽ പിടികൂടി മടങ്ങി വരണം എന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹം പ്രതിജ്ഞ ലംഘിക്കരുത്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ താൻ തന്നെ ഭീഷ്മവധം ചെയ്തു കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് പലവിധേനയും കൃഷ്ണനെ തിരിച്ചു കൊണ്ടുവന്നു. ഇതെല്ലാം അന്ന് സംഭവിച്ചു. അന്നത്തെയും കണക്കെടുക്കുമ്പോഴേക്കും നഷ്ടം മുഴുവൻ ദുര്യോധനനാണ്. ദുര്യോധനൻ വളരെയേറെ വ്യസനിച്ചു അന്ന് രാത്രിയിലും. ഈ അവസരത്തിൽ പാണ്ഡവന്മാർ അവരുടെ പടകുടീരത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അനന്തര കൃത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഭീഷ്മൻ കൗരവ സൈന്യത്തെ നയിക്കുവോളം കാലം ഒരു പ്രകാരത്തിലും കൗരവന്മാരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പാണ്ഡവർക്ക് നന്നായി അറിയും. എന്താണ് മാർഗം? മാർഗം എന്താണ് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ അർജുനനും യുധിഷ്ഠിരനും ഒക്കെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അർജുനൻ മുന്നിൽ നിൽക്കുന്ന ഭീഷ്മൻ തൻ്റെ പിതാമഹനാണ് എന്നുള്ള കാര്യം ഓർക്കാതെ ശത്രുവാണ് എന്നുള്ള യാഥാർത്ഥ്യം, പടക്കളത്തിലെ യാഥാർത്ഥ്യം അതാണ്. അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ മുഴുവൻ കഴിവുകളും എടുത്ത് പോരാടണം, എങ്കിൽ അർജുനൻ അത് സാധിക്കും. കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ അർജുനന് അതിനുള്ളതായ ആ ഒരു മനസ്സ് വരുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, യുധിഷ്ഠിരനോട് പറയാണ്, അങ്ങ് എനിക്ക് ആജ്ഞ തന്നാലും ആയുധമെടുത്ത് പോരാടാൻ അങ്ങ് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുസരിക്കും. ഞാൻ ചക്രമെടുത്തിട്ട് ഒരു നിമിഷം കൊണ്ട് ഈ ഭീഷ്മന്റെ ശിരസ് അറുത്തെറിയും. ഭീഷ്മൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൗരവ സൈന്യം നിമിഷമാത്രം കൊണ്ട് പരാജിതമായി തീരും. കൃഷ്ണൻ ആ യോഗത്തിൽ വെച്ച് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ധർമ്മം ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ പരിപൂർണമായിട്ടുള്ള ആഗ്രഹം. ധർമ്മം ജയിക്കണമെങ്കിൽ പാണ്ഡവന്മാർ ജയിക്കണം. പാണ്ഡവന്മാരെ ഒരിക്കലും പരാജയത്തിലേക്ക് തള്ളിയിടാനാവില്ല. എൻ്റെ ജീവിതം ധർമ്മത്തിനു വേണ്ടി സമർപ്പിതമാണ്, അതിനാൽ പാണ്ഡവന്മാർക്ക് വേണ്ടി സമർപ്പിതമാണ്. ഞാനും അർജുനനും തമ്മിൽ ഒരു വലിയ കരാറുണ്ട്. എനിക്ക് ആപത്ത് വരുന്നത് അർജുനൻ നോക്കി നിൽക്കില്ല, അർജുനന് ആപത്ത് വരുന്നത് ഞാനും നോക്കി നിൽക്കില്ല എന്ന്. അതിനാൽ ഈ അവസരത്തിൽ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്, മഹാരാജാവ് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് ഭീഷ്മവധം ചെയ്യും. പക്ഷേ അതുകൊണ്ട് അർജുനന് യശസ് വർദ്ധിക്കുകയില്ല. അർജുനനാണത് ചെയ്യേണ്ടത്. ഭീഷ്മനെ ജയിച്ച ആ കീർത്തി അർജുനന് കൈവരേണ്ടതാണ്. അർജുനൻ അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പാണ്ഡവപക്ഷത്തിന് ഒരു വലിയ കുറവായി മാറും. അതിനാൽ ഇത് പിതാമഹനാണെന്നുള്ള വിചാരമെല്ലാം പടക്കളത്തിൽ മറന്നിട്ട് അർജുനൻ കാര്യത്തിൻ്റെ ഈ ഗൗരവം മനസ്സിൽ പ്രതിഷ്ഠിച്ച് കരുത്തോടു കൂടിയിട്ട് ഭീഷ്മനോട് യുദ്ധം ചെയ്യണം, ഭീഷ്മനെ സംഹരിക്കണം. അർജുനൻ വിചാരിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദേവന്മാരെ മുഴുവൻ പരാജയപ്പെടുത്താൻ അർജുനന് സാധിക്കും. ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്താൻ അർജുനന് സാധിക്കും. അർജുനൻ കൃഷ്ണൻ തെളിക്കുന്നതായ തേരിൽ ഇരുന്നു കൊണ്ട് ഖാണ്ഡവവനത്തിൽ വെച്ച് ഇന്ദ്രനെ തോൽപ്പിച്ചതെല്ലാം നമ്മുടെ കൺമുന്നിൽ നാം ആദിപർവത്തിൽ തന്നെ കണ്ടതാണ്. അതാണ് അർജുനന് ഇന്ദ്രനെ തോൽപ്പിക്കാനാവും, മുഴുവൻ ദേവന്മാരെയും തോൽപ്പിക്കാനാകും, മുഴുവൻ ദാനവന്മാരെയും തോൽപ്പിക്കാനാവും, നിവാത കവചന്മാരെയും കാലകീയന്മാരെയുമെല്ലാം അവരുടെ പാതാള ലോകത്തിൽ ചെന്ന് വെല്ലുവിളിച്ച് സംഹരിച്ചവനാണ് അർജുനൻ. ഇതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. അങ്ങനെയുള്ള അർജുനന് ഈ പിതാമഹനെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമല്ല. അർജുനന് എളുപ്പമാണത്. അർജുനൻ അത് തന്നെ ചെയ്യണം. ഇനി കാലം അല്പവും വൈകിക്കരുത് എന്ന് ശ്രീകൃഷ്ണൻ ആ സദസ്സിൽ വെച്ച്, പാണ്ഡവ സൈന്യാധിപന്മാരുടെ സദസ്സ്, ആ രാത്രിയിൽ 9-ാം ദിവസത്തെ യുദ്ധം കഴിഞ്ഞുള്ള ആ രാത്രിയിൽ ആ ആലോചനാവേളയിൽ കൃഷ്ണൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, ഏവമേതൻ മഹാബാഹോ യഥാ വദസി മാധവ.